പിന്നിലും ഈ കാഴ്ചവെട്ടിലും അവൾ ഉണ്ടാകേണ്ടതാണ്. എന്താ ബോളിൽ പോകുന്നത് നോക്കിയാൽ കാണത്തില്ല. ചില ചെറുപ്പം വരെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അമ്മാവനല്ലാതാകൂ. കഴിഞ്ഞ 4 മാസമായി ഞാൻ ഈ വീട്ടിൽ തങ്ങുക. അളിയെ കാണാതെയോ ആശുപത്രി വരെ ഇരുന്നിട്ടില്ലേ? എന്താ കാരണം? ഈ മൊബൈൽ പ്രത്യേകം പറഞ്ഞിട്ടാ. അല്ലാതെ അറിയാനുള്ള ആത്മാർത്ഥം കൊണ്ടല്ല ഭാര്യയെ പേടിച്ചിട്ട്. എനിക്ക് പേടിക്കാൻ ആരുമില്ല, പറയാനും ആരുമില്ല. പിന്നെ ശരിയെന്ന് ഒന്ന് പറയാനെന്താ? ആശുപത്രിയിൽ സന്ദർശകരും ബന്ധുക്കളൊക്കെ പക്ഷേ അഭിമാന ബോധമുള്ളവരാണ് ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും ആരുടെ കുഴപ്പം കൊണ്ടല്ലേ, ഇവിടുത്തെ സാഹചര്യങ്ങൾ അതാ. തറവാട്ടിൽ സംഭവിച്ചാൽ മക്കളെ, കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പരസ്പരം കൂടാതെ നിനക്ക് ജീവിക്കാനാവില്ല. ആരാ എന്റെ കുഞ്ഞിനെ നോക്കുക? 75 വയസ്സുള്ള അമ്മയ്ക്ക് കഴിയൂ. ജോലി ഉപേക്ഷിച്ച് രാമു കൊടുക്കും. അഥവാ അവൻ വേറെ തന്നെ അവരോട് പറയുന്ന മര്യാദ. അച്ഛന്റെ കാഴ്ചവെട്ടിൽ തല്ലി ഉടച്ച് കളയേണ്ടതാണോ അവന്റെ കരിയർ? പിന്നെ അമ്മയുടെ കാര്യം ആരംഭിക്കണ്ട. അമ്മയെ ഞങ്ങൾ നോക്കിക്കോളാം. അളിയന്റെ കാര്യത്തിൽ ഞാൻ വ്യക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അവകാശം എനിക്കുണ്ടെന്നുള്ള വിശ്വാസത്തില്ല. ഇങ്ങനെ ആരുമില്ലാത്ത രോഗികളെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. 24 hours മെഡിക്കൽ കെയർ കിട്ടുന്ന സ്ഥലം. മൊത്തം കോടീശ്വരന്മാരായ അനാഥരാണ്. ആവശ്യത്തിനുള്ള ഭക്ഷണം കെയറിംഗ് ഒക്കെ കിട്ടും. പിന്നെ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്. എന്നാലും നിയമം വിളിച്ചു പറഞ്ഞ് ഉറപ്പാക്കി തീരുമാനം അളിയൻ പറയാം. നിങ്ങൾ അച്ഛനന്മാരും കൂടി ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്നോട് പ്രതിഷേധിച്ച് അച്ഛൻ മരണത്തിന്റെ വായിലേക്ക് സ്വയം ഓടി കയറിയതാണോ? അച്ഛന് ബോധം വീട് കിട്ടിയ നിമിഷം മുതൽ ഈ ചോദ്യം എന്റെ മനസ്സിൽ കിടന്ന് വല്ലാതെ പിക്ക് കൂട്ടുന്നു. അങ്ങനെയായിരുന്നു അച്ഛാ. അറിയില്ല, വല്ലാതെ തോറ്റപ്പോ എന്റെ അടുത്ത് എന്റെ ബോഡി ആയിരണമെന്ന്. ജീവിതം ചാടി കിടക്കാൻ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. ഇപ്പൊ ആരും നോക്കാനില്ലാതെ വിധി എന്നെ ഈ ഉമ്മർ ഞാൻ എന്താ തീരുമാനിക്കേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അച്ഛന് വേണ്ടി അത് ഉപേക്ഷിക്കാൻ നമുക്ക് ആവാം. വേണ്ട മക്കളെ, അച്ഛന്റെ വയ്യാഴികയുടെ വീൽചെയറിന്തി കളയേണ്ടതല്ല നിന്റെ ജീവിതം. എന്റെ ജീവിതം അത് ഞാൻ ജീവിച്ചു തീർത്തോളാം. കോമളം പറഞ്ഞത് നല്ലതാണെന്ന് അച്ഛൻ രോഗവും വാർദ്ധക്യമൊക്കെ വളരെ മുന്നേ കാലത്തിന്റെ കയ്യിൽ നിരന്ന് വാങ്ങിയവനല്ലേ ഞാൻ. അനുഭവിച്ചെടുത്തോളാം. തീരുമാനം അങ്ങനെ ആയ സ്ഥിതിക്ക് എന്തിനാ വൈകിക്കുന്നത്? വിളിച്ചു പറഞ്ഞാൽ ഉടനെ അവർ വണ്ടിയെ വായിക്കും. വൈദ്യസഹായവും പരിചരണമൊക്കെ ആയി അതിൽ അവിടെ തന്നെ കഴിയുന്നതാണ് എല്ലാവർക്കും നല്ലത്.